എറണാകുളത്തെ ലോക്കൽ പോലീസിന്റെ സഹായം തേടിയിട്ടുണ്ട് SIT എന്ന് മനസ്സിലാക്കാൻ കഴിയുന്നു. ഏതായാലും കൊച്ചിയിൽ നിന്ന് അറസ്റ്റ് ചെയ്യുക, അവിടെ നിന്നും നേരെ തിരുവനന്തപുരത്തേക്ക് കൊണ്ടുപോവുക എന്നതാണ് നീക്കം എന്ന് മനസ്സിലാക്കാൻ കഴിയുന്നു ഈ നിമിഷം, അല്ലേ? തീർച്ചയായും വിനീത, സിദ്ദീഖിനെ കസ്റ്റഡിയിൽ എടുക്കുകയാണെങ്കിൽ ഈ മ്യൂസിയം പോലീസിന് കൈമാറും. മ്യൂസിയം പോലീസ് ആയിരിക്കും തിരുവനന്തപുരത്തേക്ക് സിദ്ദീഖിനെ എത്തിക്കുക. കാരണം ഈ FIR രജിസ്റ്റർ ചെയ്തതും പ്രാഥമിക അന്വേഷണം നടത്തിയതും SITക്ക് പുറമെ മ്യൂസിയം പോലീസാണ്. അതുകൊണ്ടാണ് മ്യൂസിയം പോലീസ് കൊച്ചിയിലേക്ക് തിരിച്ചത്. മ്യൂസിയം CIയുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് കൊച്ചിയിലേക്ക് തിരിച്ചിരിക്കുന്നത്. നിർണായകമായിട്ടുള്ള വിവരങ്ങൾ ലഭിക്കുന്നതനുസരിച്ച് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇന്ന് തന്നെ സിദ്ദീഖിന്റെ അറസ്റ്റ് ഉണ്ടാകുമെന്നുള്ളതാണ്. അങ്ങനെ അറസ്റ്റ് രേഖപ്പെടുത്തി കഴിഞ്ഞാൽ തിരുവനന്തപുരത്തേക്ക് എത്തിക്കേണ്ടതായിട്ടുണ്ട്. തിരുവനന്തപുരം കോടതിയിൽ 24 മണിക്കൂറിനകം ഹാജരാക്കേണ്ടതായിട്ടുമുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഈ മ്യൂസിയം പോലീസ് കൊച്ചിയിലേക്ക് പോയത്. എറണാകുളത്തെ കാര്യങ്ങളിലേക്ക് പോവുകയാണെങ്കിൽ എറണാകുളം ജില്ലയിൽ റൂറൽ മേഖല കേന്ദ്രീകരിച്ചും പോലീസിന്റെ നേതൃത്വത്തിൽ വിവിധ സംഘങ്ങളായി തിരിഞ്ഞ് അന്വേഷണം വ്യാപിപ്പിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് SITയുടെ പ്രത്യേക ടീമും അതുപോലെ തന്നെ കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണറുടെ നേതൃത്വത്തിൽ കൊച്ചി സിറ്റി ലോക്കൽ പോലീസും ഈ ഒരു അന്വേഷണം നടത്തുന്നു എന്നുള്ളതാണ്. ആദ്യഘട്ടത്തിൽ നഗരകേന്ദ്രങ്ങൾ കേന്ദ്രീകരിച്ചാണ് അല്ലെങ്കിൽ നഗരപ്രദേശങ്ങൾ കേന്ദ്രീകരിച്ചാണ് അന്വേഷണം നടത്തിയതെങ്കിൽ ഇപ്പോൾ പ്രാദേശിക മേഖലകൾ, റൂറൽ മേഖലകൾ കേന്ദ്രീകരിച്ചും പരിശോധന നടത്തുന്നുണ്ട്. സുപ്രീം കോടതിയിൽ പോയി ഈ ഒരു ജാമ്യം തേടുന്ന മുറയ്ക്ക് അല്ലെങ്കിൽ ജാമ്യം ലഭിക്കുമെന്നുള്ള സൂചനകൾ ലഭിക്കുന്നതനുസരിച്ച് സിദ്ദീഖ് ഒളിവിലേക്ക് പോകാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ്. പക്ഷേ നിയമവർദ്ധങ്ങൾ പറയുന്നത് ശ്യാം ദേവരാജ് സൂചിപ്പിച്ചതുപോലെ ഇത്രയും കൃത്യമായിട്ടുള്ളൊരു വിധിന്യായത്തിൻ്റെ അപ്പുറം ഇനി സുപ്രീം കോടതി ഒരു ജാമ്യം നൽകുമോ എന്നുള്ളതാണ് നിയമവൃത്തങ്ങളൊക്കെ തന്നെ പറയുന്നത്. നിയമലോകമെല്ലാം ആ രീതിയിൽ തന്നെയാണ് വിലയിരുത്തുന്നത്. ആ സാഹചര്യത്തിൽ സിദ്ദീഖിന് ഇനി കീഴടങ്ങുക മാത്രമാണ് നിവൃത്തി എന്നുള്ള ഒരു കാര്യവും എല്ലാവരും പറഞ്ഞു വെക്കുന്നുണ്ട്. ആ സാഹചര്യത്തിലും സിദ്ദീഖ് ഒളിവിലാണ് എന്നുള്ളതാണ്. ആദ്യഘട്ടത്തിൽ അല്പമൊന്ന് പിഴച്ചിട്ടുണ്ട് SITക്ക്. കാരണം ഈ ഒരു ജാമ്യം ലഭിക്കുമെന്നുള്ള ഒരു പ്രതീക്ഷ SITക്കും ഉണ്ടായിരുന്നു. നേരത്തെ ഈ ജാമ്യം ഇപ്പോൾ 9 ദിവസത്തോളമാകുന്നു ജാമ്യ ഹർജി നൽകിയിട്ട്. അതിനു മുമ്പ് തന്നെ സിദ്ദീഖിനെ കസ്റ്റഡിയിലെടുക്കുവാനും അറസ്റ്റ് ചെയ്യുവാനുമുള്ള ഒരു നീക്കം SITയുടെ ഭാഗത്തുനിന്നുണ്ടായിരുന്നു. പക്ഷേ ഈ ഹൈക്കോടതിയിൽ ജാമ്യ ഹർജിക്ക് പോയത് കാരണം അതിലൊരു തീരുമാനം വന്നതിന് ശേഷം അറസ്റ്റ് ചെയ്യാമെന്നുള്ള ഒരു സാഹചര്യത്തിലേക്ക് അല്ലെങ്കിൽ ഒരു തീരുമാനത്തിലേക്കായിരുന്നു SITയുടെ ഒരു നീക്കം എന്ന് പറയുന്നത്. പക്ഷേ ഇന്നിപ്പോൾ ജാമ്യം ലഭിക്കും. മറ്റുള്ള നടന്മാർക്കെല്ലാം തന്നെ സമാന രീതിയിൽ അല്ലെങ്കിൽ പോലും ഇത്തരം കേസുകളിൽ ജാമ്യം ലഭിച്ചതുകൊണ്ട് സിദ്ദീഖിന് ലഭിക്കുമെന്നുള്ള ഒരു വിശ്വാസമായിരുന്നു SITക്കും ഉണ്ടായിരുന്നത്. അതാണ് അല്പം ഒന്ന് പിഴച്ചത് SITക്ക്. പക്ഷേ കോടതി ജാമ്യ ഹർജി തള്ളിയതോടുകൂടി തന്നെ വലിയ ഒരു ഇടപെടലിലേക്ക് പോയിട്ടുണ്ട്. എന്തായാലും കൊച്ചി സിറ്റിയും എറണാകുളം നഗരവും എല്ലാം തന്നെ അരിച്ചു പറക്കുകയാണ് പോലീസ് സംഘം.